നമസ്കാരം. ഇന്നലെ അടിച്ചാ പൊളിച്ച് വീഡിയോ ആണ് കേട്ടോ, കണ്ടോളി. നമ്മളെ നാട്ടില് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കുളമുണ്ട്. ആ കുളം ഞങ്ങൾ ജനകീയമായിട്ട് നന്നാക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു അടിപൊളി വീഡിയോ ആണ് വരാനുള്ളത്. എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാലം മുമ്പ് ഞങ്ങളൊക്കെ അവിടെ വന്ന് കളിക്കുന്ന സമയത്ത് തെളിഞ്ഞു കടന്നിരുന്ന സാധനമാണ്. ഞങ്ങൾ ചെറുപ്പം മുതലുള്ള സാധനം. ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്താൽ മനസ്സിലാവും ഇതാണ് അവസ്ഥ. അതെ, അല്ല, ഇങ്ങനെ കിടക്കുന്ന സാധനമാണ്. ഇപ്പൊ ഇത് കണ്ടാൽ ഇവിടെ ഒരു കുളം ഉള്ളത് പോലും നമുക്ക് അറിയില്ല. പിന്നെ ഒരു വലിയ പ്രത്യേകത എന്താ വെച്ചാൽ കാട്ടിച്ചിറക്കാരുടെ കൂട്ടായ്മയെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയം ജാതി ഭേദമന്യേ ഒരുമിച്ചുകൊണ്ട് നാടിന് ഗുണമുള്ള, സമൂഹത്തിന് ഗുണമുള്ള ഒരു കാര്യം ചെയ്യാണ്. അപ്പൊ അതിന്റെ അടിപൊളി വീഡിയോ വരുന്നുണ്ട്. ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉത്സവമായിട്ട് നമ്മളിങ്ങനെ ചെയ്യാണ്. ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഈ വാർഡ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ വാർഡാണ് അല്ലെ, ഏറ്റവും വലിയ വോട്ടേഴ്സ് ഉള്ള വാർഡ്. 2300ഓളം വോട്ടുകളുള്ള ഒരു വാർഡാണ്. ഇങ്ങനെ വാർഡ് വേറെ ഇല്ല മലപ്പുറം ജില്ലയില്. അപ്പൊ അതിന് 2300 ആളുകളിൽ ഏകദേശം 90% ആൾക്കാർ ഇന്നലെ എന്തൊക്കെ ആയിട്ട് പലതും വന്നു പോയിട്ടുണ്ട്. ഇപ്പൊ ഈ പുറകിൽ കാണുന്ന അത്രയും ആളുകൾ ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. വെയിറ്റ് ആൻഡ് സീ. വള്ളായിട്ടേ അല്ലാന്ന് മറിയോ, മറിഞ്ഞു ഇത് കിട്ടില്ല. ഇത് കുടുങ്ങിട്ടോ, വണ്ടി കുടുങ്ങി. അല്ല, കാലിൽ പൂന്താണ് അയാൾ മെയിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജാദു എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം സഹോദരൻ. പുള്ളിക്കാരൻ നേരെ ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നേരെ കൊണ്ടുപോയിട്ട് ആ കയ്യിലിരിക്കുന്ന കമ്പി അടിച്ചിറക്കിയിട്ട് നമ്മുടെ ഓഫ് റോഡ് ജീപ്പുകൾ വെച്ച് വലിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അത് നിങ്ങൾക്ക് കാണാം. കമ്പി പിടിച്ചിട്ടാ വടം പൊട്ടിയാലും കമ്പി വരുക. കണ്ടില്ലേ, ഫുള്ള് എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. ഈ ആവേശം അവസാനം വരെ ഉണ്ടാവോ എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. ഇത് ക്ലിയർ ആവുന്ന വരെ ഉണ്ടാവോ എന്ന് നോക്കാം. How is your experience? കുതിരനെ വരെ ഞങ്ങളിവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പുറത്തോടെ പോകുന്ന കാപ്പി കളറിലെ കുതിരയല്ല, അത് പശുവാണ്. ഒരു കാപ്പി കളറിലെ കുതിര വേറെ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഇപ്പൊ കാണുന്ന ഇത്രയും വൃത്തിയുള്ള കിഡിലൻ ഒരു വലിയ കുളമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് പേരുടെ അധ്വാനം ഇതിന്റെ പിറകിലുണ്ട്. ഒരുപാട് രാവിലെ മുതൽ ഈ ഇത്രയും നേരം ഇവിടെ കാത്തിരുന്ന ആളുകളുണ്ട്. തേക്കിന്റെ നാട് എന്ന് പറഞ്ഞു വന്നിട്ടുള്ളവരും ഇവിടെ ഓഫ് റോഡ് വണ്ടിയായിട്ട് വന്നിട്ടുള്ള സഹോദരന്മാരോടൊക്കെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം കാണുമ്പോൾ നിങ്ങൾ തന്നെ ആദ്യം കണ്ടിട്ടുണ്ടാകും, അങ്ങനെ പുല്ല് മൂടി കടന്നിരുന്ന ഈ ഒരു കുളം ഇത്ര വലുതാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോ നിങ്ങൾ നോക്കി എന്ത് വലിയ കുളമാണിത്. ഇനി ഇതൊന്ന് ക്ലിയർ ആയി ഈ മണ്ണും ചെളിയൊക്കെ ഒന്ന് ശരിയായി നല്ല തെളിഞ്ഞ നീരായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ആർമാദിക്കലാണ് ഇവിടെ. ഒരുത്തന്റെ സഹായം ഇല്ലാതെ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭരണാധികാരികളെയാണ് കേട്ടോ. ഇവരുടെ ഒന്നും സഹായമില്ലാതെ ഞങ്ങൾ സ്വന്തം നാട്ടുകാർ മാത്രം ഞങ്ങളുടെ സ്വന്തം ജാതിക്കുളം വൃത്തിയാക്കിയിരിക്കുകയാണ്. മക്കളെ കണ്ടോളി, കുളം നന്നാക്കും ഞങ്ങൾ പറഞ്ഞ നന്നാക്കി കാണിച്ചത് നിങ്ങളെ. കിഡിലൻ വീഡിയോ ആണ്. വർഷങ്ങളായിട്ട് ചെയ്തതാണ്, ഒരുപാട് വർഷങ്ങളായി ചെയ്തതിനു ശേഷമാണ് ഇപ്പൊ ഫൈനലി ഈ കാണുന്ന അവസ്ഥയിലേക്ക് കുളം മാറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ. മഴ കൊണ്ട്, വെയിൽ കൊണ്ട്, പാമ്പും താവാളി എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. വേസ്റ്റ്, പന്നി വേസ്റ്റ് വരെ അതിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഈ പറഞ്ഞ പിശാച് അങ്ങനെ ചരിത്രം ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെയാണ് ഞങ്ങള് ഈ ഒരുപാട് ആളുകൾ ഈ കാട്ടിച്ചിറ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം, ആ ഗ്രാമത്തിൽ എല്ലാവരും കൂടി കൂടിച്ചേർന്നുകൊണ്ട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ
ഇറങ്ങി തിരിച്ച് ഇതാക്കണ. ആദ്യം നിങ്ങൾ കണ്ട വീഡിയോയും ഈ വീഡിയോ ഉള്ള വ്യത്യാസം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചളിയും കൂടെ പോയിട്ട് ഈ ചളിയും കാര്യങ്ങളും കൂടെ പോയിട്ട് എന്ത് ചെയ്യണം, ഫൈനലി ഒന്ന് ക്ലീൻ ആയിട്ടുള്ള ഒരു സാധനം കൂടെ വേണം. പിന്നെ ഞങ്ങൾ പിന്നീട് അറിയിക്കും. ഓക്കെ.